വിദ്യാഭ്യാസം ഹൈക്കോടതി വിധി ചവറ്റുകുട്ടയിലെറിഞ്ഞ സർക്കാർ നിലപാടിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരളത്തിലെ ഭൂരിഭാഗം സർക്കാർ ഹൈസ്കൂളുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അധ്യാപകരല്ല എന്ന അത്യന്തം ഗുരുതരമായ പ്രശ്നം KER ഭേദഗതി ചെയ്ത് 20 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇംഗ്ലീഷ് ഒരു ഭാഷയല്ലെന്നും അത് ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാമെന്നുമുള്ള സർക്കാർ നയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2021 കർശന ഉത്തരവിലൂടെ തിരുത്തുകയുണ്ടായി. 2021 തന്നെ വിധി നടപ്പിലാക്കിക്കൊള്ളാം എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി. അതിനുശേഷം 3 തസ്തിക നിർണയം കഴിഞ്ഞിട്ടും വിധി നടപ്പിലാക്കാതെ കോടതിയെ കബളിപ്പിക്കുകയായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് കോടതി അലക്ഷ്യ കേസിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് 4 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കണം എന്ന് കർശന ഉത്തരവിട്ടിരുന്നു. പ്രസ്തുത ഉത്തരവ് നിലനിൽക്കെയാണ് ഈ വർഷവും ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വിഷയം പഠിപ്പിക്കുവാൻ താൽക്കാലിക അധ്യാപകർ മതി എന്ന ഉത്തരവിറക്കിയത്. ഇത് പൊതുസമൂഹത്തോടും പരമോന്നത നീതിന്യായ വ്യവസ്ഥയോടുമുള്ള കടുത്ത അവഹേളനമായി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. ഈ ഗുരുതരമായ സാഹചര്യം വിവിധ സ്കൂളുകളിലെ PTA പ്രതിനിധികളാണ് കോടതിയെ അറിയിച്ചത്. വിഷയത്തിൽ കോടതി അടിയന്തരമായി ഇടപെട്ട് മലയാളവും ഹിന്ദിയും പഠിപ്പിക്കുന്നത് പോലെ ഇംഗ്ലീഷിനും സ്ഥിര അധ്യാപകരെ നിയമിക്കണം എന്ന് കർശന ഉത്തരവിട്ടു. കോടതി വിധി പ്രകാരം കേരളത്തിലെ ഇംഗ്ലീഷ് അധ്യാപകരില്ലാത്ത എല്ലാ സ്കൂളുകളിലും സ്ഥിര അധ്യാപകരെ നിയമിക്കേണ്ടതിന് പകരം ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തുടർച്ചയായ 3-ാം വർഷവും താൽക്കാലികക്കാരെ വെച്ച് കുട്ടികളുടെ ഭാവി കൊണ്ട് പന്താടുന്ന സർക്കാർ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് PTA പ്രതിനിധികളും രക്ഷിതാക്കളും PSC ഉദ്യോഗാർത്ഥികളും ചേർന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതൊരു സൂചനാ സമരമാണ്. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോടതി തന്നിരിക്കുന്ന ഓഗസ്റ്റ് 9-ാം തീയതിക്കുള്ളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ഇംഗ്ലീഷ് അധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളിലെ PTA പ്രതിനിധികളും മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് അനിശ്ചിതകാല സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും കടക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എത്ര ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകരുണ്ട്. കണക്കെടുത്ത് നോക്കൂ, എത്ര ലിസ്റ്റുകൾ വന്നുപോയി. പല ജില്ലകളിലും 1-ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും സ്ഥിര നിയമനം കൊടുക്കുന്നില്ല. ഈ കടുത്ത നീതി നിഷേധത്തിനെതിരെ PTA പ്രസിഡന്റുമാരും PTA അംഗങ്ങളും കൊടുത്ത കേസിൽ വിധി വന്നിട്ട് വർഷം 3 കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അതിന്റെ പേരിൽ വീണ്ടും കോടതി അലക്ഷ്യ കേസ് കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കോടതി കേസ് 3 വർഷമായിട്ടും 30-ലേറെ തവണ നീട്ടി വെച്ചുകൊണ്ട് സർക്കാർ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിന് മാത്രം പെർമനന്റ് ടീച്ചേഴ്സ് ഇല്ലാത്തത്? എന്താണ് സാധാരണക്കാരുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നാണോ? പണമുള്ള എല്ലാവരും അവരുടെ കുട്ടികളെ CBSE സ്കൂളുകളിൽ ICSE സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കും. സാധാരണക്കാരൻ അവരെന്ത് ചെയ്യും? അവന് പണമില്ലാത്തതിന്റെ പേരിൽ അവന്റെ കുട്ടിക്ക് കിട്ടേണ്ട ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ആരാണ്? അത് സർക്കാരാണോ? അങ്ങനെ സർക്കാരിന് കൊടുക്കാൻ എവിടെ നിന്ന് കിട്ടി ഈ സർക്കാരിന് ഇത്ര ധാർഷ്ട്യം? എന്തുകൊണ്ടാണ് PSC നിയമനങ്ങൾ ഇങ്ങനെ വൈകിപ്പിക്കുന്നത്? ഇംഗ്ലീഷിന് മാത്രം താൽക്കാലിക നിയമനം എന്ന് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? മലയാളം പഠിപ്പിക്കാൻ മലയാളം അധ്യാപകനുണ്ട്, ഹിന്ദി പഠിപ്പിക്കാൻ ഹിന്ദി അധ്യാപകനുണ്ട്, ഉറുദു, അറബി തുടങ്ങിയ പല വിഷയങ്ങളും പഠിപ്പിക്കാൻ സ്ഥിര അധ്യാപകരുണ്ട്. കേവലം തുച്ഛമായ PSC ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിൽ വെറും 10 പേര്, വെറും 20 പേര് ഒക്കെയുള്ള മെയിൻ ലിസ്റ്റുകളാണ് ഇംഗ്ലീഷിലുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്തെ സ്റ്റേറ്റിനൊക്കെ മാറിപ്പോവല്ലേ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ടീച്ചറിന് സർക്കാരിന് വെച്ചാൽ എന്താ കുഴപ്പം? നമുക്ക് എത്ര ബുദ്ധിമുട്ടായി കുട്ടികൾ പഠിച്ച് എത്ര ബുദ്ധിമുട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾക്കാണ്. നമ്മുടെ കാണുന്ന കുട്ടികൾക്കൊക്കെ ഈ സർക്കാരിന് ജോലി കൊടുത്ത് എന്താ കുഴപ്പം? അവരെ അംഗീകൃതമായിട്ട് പഠിപ്പിച്ച് എല്ലാ തൊഴിലുകളും നേടിയ ആൾക്കാരല്ലേ. എന്താ സർക്കാർ ഇവരെ നമുക്ക് മാത്രം കണ്ണടയ്ക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു രക്ഷിതാവ് നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുള്ളൂ.